അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച്, പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനീ പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. അബൂ മുസ്ലിമത്ത് സൈലബി റളിയല്ലാഹു അൻഹു പറയുന്നു, അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പള്ളിയിലിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു, അലയോ അബൂ ഉമാമ, നിങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഇപ്രകാരം പെട്ടെന്ന് എന്നോട് ഒരാൾ പറഞ്ഞു, ഒരാൾ പരിപൂർണമായ രീതിയിൽ വുളൂ ചെയ്ത് അനന്തരം ഫർദ് നിസ്കാരത്തിലേക്ക് പോയി നിന്നാൽ അന്നത്തെ ദിവസം അവൻ്റെ കാലുകൾ കൊണ്ട് നടന്നതും അവൻ്റെ കൈകൾ കൊണ്ട് പിടിച്ചതും അവൻ്റെ ചെവികൾ കൊണ്ട് കേട്ടതും അവൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതും അവൻ്റെ ഹൃദയത്തിൽ ചിന്തിച്ചതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു മാപ്പ് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദ്യം. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഞാൻ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. ഈ ആശയം ഉൾക്കൊള്ളുന്ന ഹദീസുകൾ അനേകം സഹാബാക്കളിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാ സനാബിഹി റളിയല്ലാഹു അൻഹു, അംർ ഇബ്നുൽ അബസ റളിയല്ലാഹു അൻഹു എന്നിവരും മറ്റ് പല സ്വഹാബാക്കളും ഇതിൽ ഉൾപ്പെടുന്നു. ഇവരെല്ലാവരിൽ നിന്നും അനേകം റിവായത്തുകളിലൂടെ വ്യത്യസ്തമായ വാക്യങ്ങളിലായി ഇതേ ആശയം ഉൾക്കൊള്ളുന്ന രീതിയിൽ പറയപ്പെട്ടിരിക്കുന്നു. ജ്ഞാനദൃഷ്ടിയുള്ളവർക്ക് പാപങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ്. ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവങ്ങൾ ലോകപ്രസിദ്ധമാണ്. വുളൂവിൻ്റെ വെള്ളത്തോടൊപ്പം ഇന്ന പാപങ്ങൾ കഴുകപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കുമായിരുന്നു. മേൽ പറഞ്ഞ കാര്യങ്ങളിൽ ആരും വഞ്ചിതരായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളിയിരിക്കുന്നതായി ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നു. ഇതിൻ്റെ ഉദ്ദേശം തന്നെ നിസ്കാരം കൊണ്ട് പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുമെന്നുള്ള വ്യാമോഹത്താൽ കുറ്റങ്ങൾ ഏതും ഇഷ്ടം പോലെ ചെയ്യുന്നതിന് ധൈര്യപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകരുത്. കാരണം നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ന്യൂനതയുള്ള നിസ്കാരങ്ങളും മറ്റ് ഇബാദത്തുകളും അള്ളാഹു അവൻ്റെ വിശാലമായ ഔദാര്യത്താലും കരുണയാലും സ്വീകരിക്കുകയാണെങ്കിൽ അവൻ്റെ ദയയും നന്മയും അനുഗ്രഹവുമാണ്. കാരണം നമ്മുടെ ഇബാദത്തുകളുടെ യഥാർത്ഥ നിലവാരം നമുക്ക് നല്ലതുപോലെ അറിയാവുന്നതാണ്. നിസ്കാരത്തിന് പാപങ്ങളെ മാപ്പ് ചെയ്യിപ്പിക്കാനുള്ള കഴിവുണ്ടെന്നുള്ളത് തീർച്ചയാണ്. പക്ഷേ നമ്മുടെ നിസ്കാരങ്ങൾ അതിനുതകുന്ന രീതിയിലുള്ളതാണോ എന്നുള്ളത് അള്ളാഹുവിന് മാത്രമേ അറിയൂ. മറ്റൊരു സംഗതി, എൻ്റെ ഉടമസ്ഥൻ കരുണാനിധിയും പാപങ്ങളെല്ലാം മാപ്പ് ചെയ്യുന്നവരുമാണെന്ന കാരണം പറഞ്ഞുകൊണ്ട് കുറ്റങ്ങൾ ചെയ്യുക എന്നത് ഏറ്റവും വലിയ ഹീന സ്വഭാവമാണ്. ഇതൊരു പിതാവ് തൻ്റെ മക്കൾ അറിയാതെ ചെയ്യുന്ന എല്ലാ തെറ്റുകളും മാപ്പ് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞ കാരണത്താൽ അയോഗ്യരായ മക്കൾ നാം ചെയ്യുന്ന തെറ്റെല്ലാം പിതാവ് മാപ്പ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം അത്രയും അനുസരണക്കേട് മാത്രം കാണിച്ചു കൊണ്ടിരിക്കുന്നതിന് തുല്യമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു ഗോത്രത്തിലെ 2 ആളുകൾ ഒരുമിച്ച് ഇസ്ലാം സ്വീകരിച്ചു. അവരിൽ ഒരാൾ ഒരു യുദ്ധത്തിൽ ഷഹീദായി. മറ്റേയാൾ 1 വർഷത്തിന് ശേഷം മരണമടഞ്ഞു. 1 വർഷത്തിന് ശേഷം മരിച്ച മനുഷ്യൻ ഷഹീദിന് മുമ്പായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നതായി ഞാനൊരിക്കൽ സ്വപ്നം കണ്ടു. വളരെ ഷഹീദിൻ്റെ ദർജ ഏറ്റവും ഉയർന്നതായതുകൊണ്ട് ആദ്യമായി ഷഹീദ് സ്വർഗത്തിൽ പ്രവേശിക്കേണ്ടതാണല്ലോ എന്ന ചിന്തയോടുകൂടി
അത്ഭുതത്തോടെ രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ചെന്ന് ഞാൻ ഈ വിവരം പറഞ്ഞു, ഇല്ലെങ്കിൽ മറ്റാരോ നബിയോട് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹം ഒരു വർഷം എത്രയെത്ര നന്മകൾ ചെയ്തു എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ? ഷഹീദിന് ശേഷം ഒരു പരിശുദ്ധ റമദാൻ മുഴുവൻ അദ്ദേഹം നോമ്പ് പിടിച്ചു. ഒരു വർഷത്തിൽ 6000 റക്അത്തും എത്രയോ സുന്നത്ത് നിസ്കാരങ്ങളും അദ്ദേഹം നിസ്കരിച്ചു. ഓരോ മാസവും 29 കണക്കാക്കി ഓരോ ദിവസവും ഫർദ് നിസ്കാരവും 3 റക്അത്ത് മാത്രം വിത്ർ നിസ്കാരവും 20 റക്അത്ത് വീതം കണക്കാക്കിയാലും ഒരു വർഷത്തിൽ 6960 റക്അത്ത് ആകുന്നതാണ്. പിന്നെ 30 ദിവസങ്ങളിലുള്ള മാസങ്ങളിലെ 20 റക്അത്തും സുന്നത്ത് നിസ്കാരങ്ങളും നഫ്ലുകളും കണക്കാക്കുമ്പോൾ എന്ത് പറയാനാണ്? ഇബ്നു മാജ റളിയല്ലാഹു അൻഹു തൻ്റെ ഗ്രന്ഥത്തിൽ ഈ സംഭവം കുറെ കൂടി വിശദമായി പറഞ്ഞിരിക്കുന്നു. അതിൽ സ്വപ്നം കണ്ടത് ത്വൽഹ റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം ഇപ്രകാരം വിവരിക്കുന്നു: ഒരു ഗോത്രത്തിലെ 2 ആളുകൾ നബിയുടെ അടുക്കൽ വന്ന് ഒരുമിച്ച് മുസ്ലിമായി. അതിലൊരാൾ നല്ല ശക്തിയും ധൈര്യവുമുള്ള ആളായിരുന്നു. അദ്ദേഹം ഒരു യുദ്ധത്തിൽ പങ്കെടുത്ത് ഷഹീദായി. മറ്റേയാൾ ഒരു വർഷത്തിന് ശേഷം സാധാരണ രീതിയിൽ മരണപ്പെട്ടു. ഞാൻ ഒരു രാത്രി ഇപ്രകാരം സ്വപ്നം കണ്ടു: ഞാനും ആ 2 സഹോദരന്മാരും സ്വർഗത്തിൻ്റെ വാതിൽക്കൽ നിൽക്കുകയാണ്. അകത്ത് നിന്ന് ഒരാൾ ഇറങ്ങി വന്നു. ഒരു വർഷത്തിന് ശേഷം മരണപ്പെട്ടയാളിന് പ്രവേശിക്കാൻ അനുവാദം നൽകി. ഷഹീദായ മനുഷ്യൻ അവിടെ തന്നെ നിൽക്കുന്നു. അല്പം കഴിഞ്ഞ് അകത്ത് നിന്ന് മറ്റൊരാൾ വന്ന് ഷഹീദിനും ഉള്ളിലേക്ക് പ്രവേശിക്കാൻ അനുവാദം നൽകി. നിങ്ങൾക്ക് പ്രവേശിക്കാനുള്ള സമയമായിട്ടില്ല, തിരിച്ചു പോയിക്കൊള്ളുക എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ രാവിലെ ജനങ്ങളോടെല്ലാം ഈ സ്വപ്ന വാർത്ത പറഞ്ഞപ്പോൾ ഷഹീദ് ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കേണ്ടതല്ലേ, എന്തുകൊണ്ട് അദ്ദേഹം ഒടുവിലായി എന്ന് അത്ഭുതപ്പെട്ട് ചോദിക്കാൻ തുടങ്ങി. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ജനങ്ങൾ ഈ വാർത്ത എത്തിച്ചു. ഇതിലെന്താണ് അത്ഭുതത്തിന് വകയുള്ളത് എന്ന് നബി ചോദിച്ചപ്പോൾ ജനങ്ങൾ, അള്ളാഹുവിൻ്റെ റസൂൽ, അദ്ദേഹം ഷഹീദും വളരെ കൂടുതൽ ചൊടിയും ധൈര്യമുള്ള ആളായിരുന്നല്ലോ, അദ്ദേഹത്തിന് മുമ്പ് മറ്റേയാൾ സ്വർഗത്തിൽ പ്രവേശിക്കാൻ എന്താണ് കാരണം എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താ അദ്ദേഹം ഒരു വർഷം കൂടുതൽ ഇബാദത്ത് ചെയ്തില്ലേ? ജനങ്ങൾ, തീർച്ചയായും അദ്ദേഹം ഒരു വർഷം കൂടുതൽ ഇബാദത്ത് ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം പൂർണ്ണമായ റമദാൻ മുഴുവൻ കൂടുതലായി നോമ്പ് വെച്ചില്ലേ? ജനങ്ങൾ, തീർച്ചയായും അദ്ദേഹം നോമ്പ് വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹം ഒരു വർഷത്തെ നിസ്കാരത്തിൽ ധാരാളം സുജൂദുകൾ കൂടുതലായി ചെയ്തില്ലേ? ജനങ്ങൾ, തീർച്ചയായും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ അവർ രണ്ടുപേർക്കും ഇടയിൽ ആകാശഭൂമികൾക്കിടയിലുള്ള അത്ര വ്യത്യാസമുണ്ട്. ഈ നിലയിലുള്ള അനേകം ഹദീസുകൾ, സംഭവങ്ങൾ സഹാബാക്കൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഈ സംഭവം വിവരിച്ചിരിക്കുന്നത് 8 ദിവസത്തിന് ശേഷം മരണപ്പെട്ടയാൾ ആദ്യം സ്വർഗത്തിൽ പ്രവേശിച്ചതായി പറഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ നിസ്കാരം എത്രമാത്രം വിലയുള്ളതാണെന്ന് നാം മനസ്സിലാക്കുന്നില്ല. നമ്മുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ കൺകുളിർമയാകുന്നത് നിസ്കാരത്തിലാണെന്ന് അരുളിയിരിക്കുന്നതിൽ വലിയ തത്വം അടങ്ങിയിരിക്കുന്നു. കൺകുളിർമയാകുന്നത് അഗാധമായ മുഹബത്തിൻ്റെ ലക്ഷണമാണ്. ഒരു ഹദീസിൽ വരുന്നു, 2 സഹോദരന്മാരിൽ ഒരാൾ മരണപ്പെട്ടതിന് ശേഷം 40 ദിവസം കഴിഞ്ഞ് മറ്റേയാൾ മരിച്ചു. ആദ്യം മരണപ്പെട്ടയാൾ കുറച്ച് മേന്മയുള്ള ആളായതുകൊണ്ട് ജനങ്ങളെല്ലാം അദ്ദേഹത്തെ വാഴ്ത്താൻ തുടങ്ങി. അപ്പോൾ രണ്ടാമത് മരിച്ചയാൾ മുസ്ലിം അല്ലായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചതിന് അദ്ദേഹം മുസ്ലിം തന്നെ, എങ്കിലും സാധാരണ നിലയിലുള്ള ആളായിരുന്നു എന്ന് അവർ മറുപടി പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ 40 ദിവസത്തെ നിസ്കാരം ഏത് ഉയർന്ന പദവിയിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് എന്ത് അറിവാണുള്ളത്? നിസ്കാരത്തിൻ്റെ ഉപമ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഒരാളുടെ വീട്ടുവാതിൽക്കൽ കൂടി ഒഴുകുന്ന ഒരു നദിയെ പോലെയാണ്. അതിലാരെങ്കിലും 5 നേരം കുളിക്കുകയാണെങ്കിൽ അവൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും അഴുക്ക് അവശേഷിക്കുമോ? ഇല്ല എന്ന് സഹാബാക്കൾ മറുപടി പറഞ്ഞപ്പോൾ ഈ ഹദീസിലും അത് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ 40 ദിവസത്തെ നിസ്കാരം ഏത് പദവിയിലേക്ക് ഉയർത്തിയിരിക്കുമെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ കഴിയുമെന്ന് ചോദിക്കുകയുണ്ടായി. അള്ളാഹു നിസ്കാരത്തെ കൃത്യമായി നിലനിർത്തുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു ഖുർആനിൽ എവിടെയും നിസ്കരിക്കാനല്ല പറഞ്ഞത്, അക്കീമുസ്സല, നിസ്കാരം നിലനിർത്തുക എന്നാണ് പറഞ്ഞത്. ആ നിലനിർത്തുക എന്നതിന് ഒരുപാട് അർത്ഥങ്ങളും ആശയങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട്. തുടർന്നുള്ള അധ്യായങ്ങളിൽ അതേക്കുറിച്ച് നമുക്ക് സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.